ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് എൻ്റെ മുടി മുറിക്കുന്ന പരിപാടിയിലേക്ക് പോയാലോ. അതായത് നീളം കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം 3 മാസത്തിലൊരിക്കൽ നമ്മളെപ്പോഴും മുടി ട്രിം ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, മഴക്കാലം ആകുമ്പോഴേക്ക് ഞാറ്റുവേലയുടെ സമയത്ത് മുടി അല്പം മുറിച്ച് വിടുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഗ്രാൻഡ് മദർ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു. ഇന്ന് മുടി മുറിച്ച് തരാൻ ആരുമില്ല, ഞാൻ തന്നെ മുറിക്കണം. അങ്ങനെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെയാണ് മുറിക്കാറ്. വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മുറിച്ച് തരുമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് എങ്ങനെ മുടി മുറിക്കാം എന്നുള്ളൊരു പരിപാടി നോക്കാം. അപ്പോൾ എൻ്റേത് കുറച്ച് നീളമുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണത് മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ്. അല്ലെങ്കിൽ പാർലറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹെയർ കട്ടിങ്സിന് വെറും ട്രിം ചെയ്യുന്നതിന് 600-700 രൂപ വെറുതെ കൊടുക്കണം. അപ്പോൾ ആ ഒരു ആലോചനയിൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പത്ത് കുറച്ച് സ്പ്ലിറ്റ് എൻഡ്സൊക്കെ മാറിയെന്ന് വരുത്തി തീർക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താണോ ഓയിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നമ്മൾ പുരട്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് കുളിക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത മുടി ഒരിക്കലും നമ്മൾ അവിടെ എവിടെയെങ്കിലും വലിച്ചെറിയരുത്, നമ്മൾ വേസ്റ്റിലൊന്നും ഇടരുത് എന്നാണ് എന്നെ കുട്ടിക്കാലം മുതൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്ത മുടി അല്ലെങ്കിൽ നമ്മൾ ഉതിർന്ന് വീഴുന്ന മുടിക്കൊക്കെ എനർജി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് തന്നെ അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ